രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അതിക്രമണങ്ങളും വിവേചനങ്ങളും നടക്കുകയാണെന്ന വ്യാപാര ആക്ഷേപത്തിനിടെ മുസ്ലിങ്ങൾക്കെതിരായ മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് തങ്ങളുടേതെന്നും മുസ്ലിങ്ങൾക്കെതിരായ മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു. മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുന്നുവെന്ന ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങൾക്കൊപ്പം ഒന്നിച്ചു നിലകൊള്ളുന്നു. ഇന്ത്യ എല്ലാ വിഭാഗം പൗരന്മാരോടും ഒരുപോലെയാണ് പെരുമാറുന്നതെന്നും യാതൊരു വിവേചനവും ഇല്ലെന്നും UN-ന്റെ സ്ഥിരം പ്രതിനിധി ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ഇസ്ലാം ഭീതി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ അനൗപചാരിക പ്ലാനറ്ററി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രതിനിധി. വെള്ളിയാഴ്ച ഹോളി ദിനത്തിൽ നടന്ന പരിപാടിയിൽ റമദാനും ഹോളിയും ആശംസിച്ചാണ് ഹരീഷ് പ്രസംഗം ആരംഭിച്ചത്. ആരാധനാലയെയും മതവിഭാഗങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നത് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കു നേരെ നടക്കുന്ന വിവേചനത്തെയും അതിക്രമണങ്ങളെയും കുറിച്ച് UN ഉൾപ്പെടെയുള്ള രാജ്യാന്തര വേദികളും US ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും വിമർശനം ഉന്നയിച്ചു വരികയാണ്. അവയെല്ലാം പൊതുവായി പരാമർശിച്ച ഹരീഷിന്റെ പ്രസംഗം വൈവിധ്യത്തിന്റെയും ബഹുസ്വരതയുടെയും നാടാണ് ഇന്ത്യയെന്ന് ഹരീഷ് പറഞ്ഞു. ലോകത്തെ മിക്കവാറും എല്ലാ പ്രധാന മതങ്ങളുടെയും അനുനായികൾ ഇന്ത്യയിലുണ്ട്. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നീ 4 ലോകമതങ്ങളുടെ ജന്മസ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിലെ 200 ദശലക്ഷത്തിലധികം പൗരന്മാർ ഇസ്ലാം മതം പിന്തുടരുന്നു. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. മതപരമായ വിവേചനവും വിദ്വേഷവും ആക്രമണവും ഇല്ലാത്ത ഒരു ലോകത്തെ വളർത്തിയെടുക്കുക എന്നതാണ് പണ്ട് മുതലേ ഇന്ത്യക്കാരുടെ രീതി. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കൽ ഐക്യരാഷ്ട്രസഭയുടെ കൂടെ നിലനിൽക്കുന്നതോടൊപ്പം മതപരമായ വിവേചനം എല്ലാ മതങ്ങളുടെയും അനുയായികളെയും ബാധിക്കുന്ന വിശാലമായ വെല്ലുവിളിയാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണെന്നും ഹരീഷ് ചൂണ്ടിക്കാട്ടി. മതപരമായ വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള നയങ്ങൾ ഒരിക്കലും ഒരു രാജ്യവും പിന്തുടരരുത്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ നടക്കുന്ന എല്ലാ ആക്രമണ പ്രവർത്തനങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നു. ഒപ്പം അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിച്ച് ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും നേരെയുള്ള അതിക്രമണങ്ങൾ എന്നിവയെല്ലാം അപലപിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് അന്തസ്സോടെയും സുരക്ഷിതത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഭാവിക്കായി പ്രവർത്തിക്കാനാണ് രാഷ്ട്രങ്ങളുടെ ആഹ്വാനം ചെയ്യേണ്ടതെന്നാണ് ഇന്ത്യൻ പ്രതിനിധികൾ പ്രസംഗത്തിൽ പറഞ്ഞത്. എല്ലാ വിശ്വാസികളെയും തുല്യമായി ബഹുമാനിക്കുക എന്ന തത്വത്തോടുള്ള അംഗരാജ്യങ്ങളുടെ പ്രതിബദ്ധതയും കൃത്യമായ നടപടിയും കൊണ്ട് മാത്രമേ വിവേചനത്തെയും ആക്രമണത്തെയും ചെറുക്കാൻ കഴിയൂ. എല്ലാ രാജ്യങ്ങളും അവരുടെ എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണം. മതപരമായ വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ ഒരു രാജ്യവും പിന്തുടരരുത്. ആക്രമണം കൂടുന്നു. കഴിഞ്ഞ വർഷം മാത്രം 834 സംഭവങ്ങളാണ് കത്തോലിക് യൂണിയനിൽ നടന്നത്. രാജ്യത്ത് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ പെരുകുകയാണ്. ഓൾ ഇന്ത്യൻ കത്തോലിക്കൻ യൂണിയൻ BJP ഭരിക്കുന്ന അരുണാചൽ പ്രദേശിൽ പുതിയ മതം മാറ്റം നിരോധന നിയമം കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഇറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യയിലുടനീളം ക്രിസ്ത്യാനികൾ സമൂഹങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളിൽ AICU ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ 834 ആക്രമണങ്ങൾ ഉണ്ടായി. വിദ്വേഷം, ക്രൂരമായ ആൾക്കൂട്ട ആക്രമണം, സാമൂഹിക ബഹിഷ്കരണം എന്നിവയുടെ കേന്ദ്രീകരണമായി ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും മാറിയിരിക്കുന്നുവെന്നും യൂണിയൻ ചൂണ്ടിക്കാട്ടി. മതപരിവർത്തനം ചെയ്യുന്നതായി ആരോപിക്കപ്പെട്ടവർക്ക് വധശിക്ഷ നൽകണമെന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും മണിപ്പൂരിലെ സംഭവ വികാസങ്ങളും പത്രക്കുറിപ്പിൽ പരാമർശിച്ചു. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങൾ 74% വർദ്ധിച്ചതായും വിദ്വേഷ പ്രചാരണത്തിൽ മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രിയും യോഗി ആദിത്യനാഥനുമാണെന്നും US ആസ്ഥാനമായ ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട്. 2024 മാത്രം 1165 വിദ്വേഷ സംഭവങ്ങൾ രേഖപ്പെടുത്തി. മുസ്ലിങ്ങൾക്കെതിരായ ഏറ്റവും കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിച്ചത്. ആകെ രേഖപ്പെടുത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ 98.5% അവർക്കെതിരെയായിരുന്നു.